നമുക്ക് ആരംഭിക്കാം. കരവാവഹൈ തേജസ്വിനാവതീതമസ്തു സമാധാനീയരായ നമ്മളെ ശ്രീമദ് ഭാഗവതത്തിന്റെ പഞ്ചമസ്കന്ധം ഒന്ന് ആരംഭിക്കുകയാണ്. മഠത്തിൽ ആരംഭിച്ച നാഗമ്പലത്തുണ്ടായ ക്ലാസ് മഠത്തിലേക്ക് മാറ്റിയതാണ് ഓൺലൈനായപ്പോൾ. അവിടെയാണ് ഒന്നാം സ്കന്ധം മുതൽ പഞ്ചമസ്കന്ധമൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാണ് കുറെ ആൾക്കാർ ഇതിൻ്റെ അകത്തുള്ളത് കേട്ട് കാണും. പിന്നെയാണ് കയറാൻ പറ്റാത്തവരുണ്ട്. പഞ്ചമസ്കന്ധം തുടങ്ങി കാൽഭാഗം, പകുതി, മുക്കാല് ഇങ്ങനെ പല്ലും വന്നും ജോയിൻ ചെയ്തവരുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടാത്തവർക്കും ഒട്ടും കിട്ടാത്തവർക്കും വല്ലപ്പോഴും കയറിയവർക്കും ഇടയ്ക്കിടയ്ക്ക് കയറിയവർക്കും ഒട്ടും കയറാതിരുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു ക്ലാസ് കിട്ടിയാൽ കൊള്ളാം എന്നിങ്ങനെ കുറെ പേരുടെ ആഗ്രഹം പ്രമാണിച്ചാണ് വീണ്ടും പുറകോട്ട് പോകുന്നത്. അല്ലെങ്കിൽ മുമ്പോട്ടാണ് ഇനി പോവേണ്ടത്. ഏകാദശമാണ് ഇനി എടുക്കേണ്ടത്. അത് നാളെ എടുക്കാം. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ടാണ് ഈ പഞ്ചമസ്കന്ധം. അന്ന് നാഗമ്പലത്തെ ക്ലാസ്സിൽ കയറിയത് കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്നുകൂടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും കേൾക്കാം എന്നുള്ളതല്ലാതെ അതിലില്ല. അതുകൊണ്ട് അങ്ങനെ വേണ്ടി ആരംഭിച്ച ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ടേ ഇതിനെ കൂട്ടുന്നുള്ളൂ. ഇതിന്റെ ഒരു ഭാഗമായിട്ടല്ല എന്നുള്ള മട്ടിൽ പഞ്ചമസ്കന്ധം വായിക്കാൻ പഠിക്കണം, എന്റെ ആശയങ്ങളൊക്കെ അറിയണം എന്ന് കൊണ്ട് തുടങ്ങിയതാണ്. എന്തായാലും വന്നു ചേർന്ന എല്ലാവർക്കും സ്വാഗതം. പഞ്ചമസ്കന്ധം ഒന്നാം അധ്യായം. രാജോവാച പ്രിയൗ വ്രതോ ഭാഗപദ ആത്മാരാമ കഥം മുനീം ഗൃഹേ രമതയന്മൂല കർമ്മബന്ധപരാഭവാം. 3ഉം 4ഉം സ്കന്ധത്തിലായിട്ട് സൃഷ്ടിയെക്കുറിച്ചും വിസർഗത്തെക്കുറിച്ചും സത്രഫർഗോ വിസർഗശ്ച സ്ഥാനം പോഷണം ഉദയ എന്നിങ്ങനെ ഭാഗവത ലക്ഷണങ്ങൾ 10 നമ്മൾ 2ാം സ്കന്ധത്തിൽ പണ്ട് പഠിച്ചു കഴിഞ്ഞു. വംശാനുചരിതോ മന്വന്തരാണി ഈശാനുകഥ നിരോധോ മുക്തിരാശ്രയ എന്ന 10 വിഷയങ്ങളുണ്ട്. അതിൽ 3ാം സ്കന്ധം മുതലാണ് ആരംഭിക്കുന്നത്. 1, 2 സ്കന്ധങ്ങൾ ഭാഗവതത്തിന് ആമുഖമാണ്. 3ൽ സർഗത്തെക്കുറിച്ച്, സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു. 4ൽ വിസർഗലീലകളെ കുറിച്ച്, സൃഷ്ടിയുടെ പ്രതിസൃഷ്ടികളെ കുറിച്ച്, ഓരോ സൃഷ്ടിയിൽ നിന്നും പിന്നെ 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 ഉണ്ടായി വന്ന് പ്രപഞ്ചം വിപുലമായ സൃഷ്ടിക്രമത്തെ കുറിച്ച് ആണ് 4ാം സ്കന്ധത്തിൽ പറഞ്ഞത്. 5ാം സ്കന്ധത്തിൽ സ്ഥാനം ആണ് വിഷയം. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന പഞ്ചമസ്കന്ധത്തിന്റെ വിഷയം സ്ഥാനം എന്നൊരു വിഷയത്തെ കുറിച്ച് പറയാനാണ്. സ്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം സ്ഥിതി എന്നാണ്. നിലനിൽക്കൽ, നിലനിൽപ്പ് എന്നാണ് സ്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം. സ്ഥീയതേതി സ്ഥാന, ഇതിൽ നിലനിർത്തപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഇതിന് സ്ഥാനം എന്ന പേര് വന്നാണ്. ആ എല്ലാറ്റിൻ്റെയും പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളെയും അവരവരുടെ ധർമ്മത്തിൽ അതിന്ന് വിട്ടുപോവാതെ അവരവരുടെ മര്യാദ എന്ന് വെച്ചാൽ അതിര് എന്നർത്ഥം കേട്ടോ. മര്യാദയ്ക്ക് സംസ്കൃത ഭാഷയിൽ മതിര് അല്ല, എന്താണ് അതിര് എന്നർത്ഥം. ആ മര്യാദ വിട്ടുപോവാതെ അതിൽ നിലനിർത്താൻ ആവശ്യമായ ഈശ്വര ശക്തിയാണ് സ്ഥിതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഓരോരോ ജീവജാലങ്ങൾക്കും നിലനിൽക്കേണ്ടതായ സ്ഥാനങ്ങൾ ഈശ്വര ശക്തി കൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് എല്ലാവരും നിലനിൽക്കുന്നത്. അതിന്റെ കാരണം ഈശ്വര ശക്തി കൊണ്ടാണ്. അങ്ങനെ ഈ പ്രകൃതിയിലുള്ള പദാർത്ഥങ്ങളെ മൊത്തം നിലനിർത്താൻ 24 ഘടകങ്ങളായിട്ട് തിരിച്ചിട്ട് നമ്മൾ 3ാം സ്കന്ധത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അതിൽ ആത്മാവിനെ 2ആയിട്ട് കണ്ടു. ജീവാത്മാവ്, പരമാത്മാവ് എന്ന 2 ഭേദത്തെ കണ്ടു. അങ്ങനെ 24ഉം 2ഉം 26ആയി. 24 എന്നുള്ള 24 ഘടകങ്ങളിൽ 25ാമത്തെ പുരുഷൻ എന്നാണ് നമ്മൾ 3ൽ ഇനി പഠിക്കാൻ പോകുന്നതല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ജീവാത്മഭാവത്തെയും പരമാത്മഭാവത്തെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് 26 എന്നുള്ള ഈ 26ൽ അടങ്ങിയിരിക്കുന്ന സ്ഥിതിലീലകളെ വർണ്ണിക്കലാണ് ഈ 5ാമത്തെ സ്കന്ധത്തിന് വിഷയം. 26 അധ്യായം ഇതിനകത്തുണ്ട്.
അപ്പൊ ഈ 26 എന്നുള്ള സംഖ്യ പൂർണ്ണമാകത്തക്കവണ്ണം 26 അധ്യായങ്ങൾ കൂടിയാണ്. അതില് സ്ഥിതിക്ക് 2 തരത്തിൽ സ്ഥിതിയുണ്ട്. സ്വരൂപസ്ഥിതി, ദേശസ്ഥിതി എന്ന് 2ആയിട്ട് അതിനെ വിഭജിക്കും. സ്വരൂപസ്ഥിതി, ദേശസ്ഥിതി. അതില് സ്വരൂപസ്ഥിതി 3 വിധത്തിലുണ്ട്. ദേശസ്ഥിതിയും 3 വിധത്തിലുണ്ട്. അങ്ങനെ 6 വിധത്തിലായിട്ടാണ് 2 സ്ഥിതികളെ കുറിച്ച് പറയുന്നത്. അങ്ങനെ സ്വരൂപസ്ഥിതി വർണ്ണിക്കുന്ന പ്രകരണം 3, ദേശസ്ഥിതി വർണ്ണിക്കുന്ന പ്രകരണം 3, അങ്ങനെ 6 പ്രകരണങ്ങൾ ഇതിനകത്ത് മൊത്തമാണ്. ഈ 6 പ്രകരണങ്ങൾ 26 അധ്യായങ്ങൾ കൂടി 6 പ്രകരണങ്ങൾ ഒതുക്കി അടുക്കി വെച്ചിരിക്കുക. ഇങ്ങനെ സ്വരൂപസ്ഥിതിയെയും ഭൂമിയുടെ സ്ഥിതിയെയും ഊർധ്വലോകസ്ഥിതികളെയും ഒക്കെ അധോലോകത്തിന്റെ സ്ഥിതി എന്നിങ്ങനെ 3 വിധത്തിലാണ് ദേശസ്ഥിതി. ഊർധ്വലോകം മുകളിലേക്കുള്ള ലോകം, ഭൂലോകം അധോലോകമാകുന്ന പാതാളം. ഇങ്ങനെ 3 വിധത്തിലാണ് ദേശത്തിന്റെ സ്ഥിതി വിഭജിച്ചിരിക്കുന്നത്. 6 പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് 6 വിഭാഗത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. സ്വരൂപസ്ഥിതിയും ദേശസ്ഥിതി. അതിൽ സ്വരൂപസ്ഥിതി ഭക്തി, യോഗം, ജ്ഞാനം. ഭക്തിയെക്കുറിച്ച്, യോഗത്തെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ച് അത് സ്വരൂപസ്ഥിതിയാണ്. ഇത്രയും വിഷയങ്ങളാണ് ഈ പഞ്ചമത്തിൽ പറയാൻ പോകുന്നത്. പറയാൻ വേണ്ടിയിട്ടാണ്. വിഷയങ്ങൾ അറിഞ്ഞിട്ട് പഞ്ചമത്തിലോട്ട് കിടന്നാൽ എളുപ്പമാണ്. അപ്പൊ സ്വരൂപസ്ഥിതി 3 ദേശസ്ഥിതി 3 അങ്ങനെ 6 പ്രകരണങ്ങൾ 26 അധ്യായങ്ങൾ. അതില് ഈ 6 പ്രകരണങ്ങൾ ശ്രീകൃഷ്ണനെ ഭഗവാൻ എന്ന വാക്കിന് അന്വർത്ഥമാണ്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്യ ജ്ഞാന വൈരാഗ്യശ്ചൈവ ഷണ്ണം ഭഗവതി സ്മൃത. ഈ 6ന്റെ സംഖ്യയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അങ്ങനെ ഇതില് ഭാഗവത ശ്രീകൃഷ്ണ ഭഗവാൻ യോജിക്കുന്ന ഇവയെക്കുറിച്ച് പറയുന്ന അപ്പൊ അങ്ങനെ സ്വരൂപസ്ഥിതി, ദേശസ്ഥിതി എന്ന 2 വിഷയങ്ങൾ. ഇതൊക്കെ നമുക്ക് ഇതിനകത്തൊരു വിഷയത്തോട് വരുന്നത് ഞാൻ പറയും. ആമുഖമായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതില് ഈ 6 ഗുണങ്ങളെ പ്രതിപാദിക്കുന്ന 6 അധ്യായങ്ങൾ, അതേപോലെ ജ്ഞാനത്തെ പ്രതിപാദിക്കുന്ന ഒരധ്യായം എന്നിങ്ങനെ 7, കൃഷ്ണശബ്ദം കൊണ്ട് എന്താണ് വിവക്ഷ എന്ന് പറയുന്നത് 8, അങ്ങനെ 8 അധ്യായങ്ങൾ. അങ്ങനെ സ്വരൂപസ്ഥിതിയെ പ്രതിപാദിക്കുന്നവയും ഭൂമിയിൽ പഞ്ചഭൂതങ്ങളുടെ പ്രാധാന്യം കാണിക്കാനായിട്ട് 5 അധ്യായം. അതാണ് ഭൂലോകസ്ഥിതി, ഊർധ്വലോകം, അധോലോകം ഇവയുടെ സ്ഥിതി ത്രിഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ 3 അധ്യായങ്ങളായിട്ട് തിരിച്ചിട്ട് 26 അധ്യായങ്ങളിലെ ആവശ്യത കൊണ്ടാണ് പഞ്ചമസ്കന്ധം വർണ്ണിക്കാൻ പോകുന്നത്. 4ാം അധ്യായത്തിന്റെ അവസാനത്തില് വൈവസ്വമനുവിന്റെ 2 പുത്രന്മാർ പ്രിയവ്രതൻ, ഉത്താനപാദൻ 2 പേരുടെ കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതിലെ പ്രിയവ്രതൻ വിവാഹം കഴിക്കുന്നില്ല, സന്യസ്തനായിട്ട് പോകാൻ തീരുമാനിച്ചു പോയിരുന്നു. ഉത്താനപാദൻ വിവാഹം കഴിച്ചു. സുരുചി, സുനീതി എന്ന 2 പത്നിമാരെ. ഈ കഥ ധ്രുവവേദത്തിൽ പറഞ്ഞു പോയതാണ് ഇപ്പോഴത്തെ സ്കന്ധം. ഒന്നിനെ അത് പറയുന്നില്ല. ഇനിയും ഉത്താനപാദന്റെ ജ്യേഷ്ഠനായ ആ പ്രിയവ്രതന്റെ കഥ ഒന്നുകൂടെ പറയാൻ പോവാം. പ്രിയവ്രതോ ഭാഗവത. അദ്ദേഹം ഭാഗവതൻ. ആത്മാരാമ തന്നിൽ തന്നെ രമിക്കുന്നവൻ.
തന്റെ ആത്മാവിൽ തന്നെ ജനിക്കുന്നത്. അങ്ങനെയുള്ള അവൻ കഥം എങ്ങനെ ഹേ മുനി ഗൃഹേ അരമതാം എങ്ങനെ ഗാർഹസ്ഥ്യത്തിലേക്ക് രമിച്ചു? ഒരാൾ ഗൃഹസ്ഥാശ്രമം വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചിട്ട് വൈരാഗ്യം സിദ്ധി സന്യസിക്കാൻ തന്നെ പോയ ഒരാള് വീണ്ടും തിരിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ വരുമ്പോൾ നമ്മളും ചോദിക്കും, ആരാരും ചോദിക്കും ഇതെന്ത് പറ്റി ഈ തിരിച്ചു വരാം? പുനഃസ്ഥ സന്യാസി ഗൃഹസ്ഥനാകും, വീണ്ടും സന്യാസി ഗാർഹസ്ഥ്യത്തിലേക്ക് തിരിച്ചു വരും. എൻ മൂല എന്ത് കാരണമാണ്? കർമ്മബന്ധ പരാഭവ. കർമ്മങ്ങളോടുള്ള ബന്ധം വാസ്തവത്തിൽ ഒരു പരാഭവമാണ്, അവമാനമാണ്. ഈ തിരിച്ചുവര മുമ്പോട്ട് പോകാൻ വേണ്ട, പുറകോട്ട് പോവുകയല്ല വേണ്ടേ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ മുമ്പോട്ടാണ് പോകുന്നത്. അതിൽ ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് വാനപ്രസ്ഥമോ സന്യാസമോ സ്വീകരിച്ചിട്ട് വീണ്ടും തിരിച്ച് പുറകോട്ട് വന്ന് ഗാർഹസ്ഥ്യം സ്വീകരിക്കാൻ പോകാം. അതൊരു പരാഭവമാണ്, ഒരു പരാജയമാണ്, അപമാനമാണ്. ഇതിനെന്താണ് കാരണം എന്ന് പരീക്ഷിത്ത് ചോദിച്ചു. എന്താണ് ഇതിന് കാരണം? പ്രിയവ്രതോ ഭാഗവതാം ആത്മാരാമ കഥം മുനീം ഗൃഹേ അരമതയന്മൂല കർമ്മബന്ധ പരാഭവാം. പ്രിയവ്രതോ ഭാഗവത ആത്മാരാമ കഥം മുനേ ഗൃഹേ രമതയന്മൂല കർമ്മബന്ധ പരാഭവാം. നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭാം ഗൃഹേഷു അഭിനിവേശോയം പുംസാം ഭവിതുമർഹതി. നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭ സംബോധനയാണ്. ബ്രാഹ്മണന്മാരിൽ വെച്ച് ഋഷഭൻ ഉത്തമൻ ശ്രേഷ്ഠനായിരിക്കുന്നവനെ, ഹേ ബ്രാഹ്മണോത്തമ, മുക്തസംഗാന എല്ലാ സംഘങ്ങളിൽ നിന്നും മുക്തി നേടി മോചിപ്പിച്ചിട്ട് താദൃശാനാം പുംസാം അതുപോലെയുള്ള മനുഷ്യർക്ക് ഗൃഹേഷു അയം അഭിനിവേശ ഗൃഹേഷു അഭിനിവേശൂയം വീടുകളിലേക്ക് വിവാഹം കഴിച്ച ഗൃഹസ്ഥാശ്രമത്തിന് വേണ്ടിയുള്ള അഭിനിവേശം ഭവിതും ന അർഹതി. അങ്ങനെ ഭവിക്കാൻ യോഗ്യതയില്ലല്ലോ. മുക്തസംഗന്മാരായ അപ്രകാരമുള്ള പുംസ മനുഷ്യർക്ക് ഗൃഹേഷു അഭിനിവേശ അയം, ഈ ഗൃഹസ്ഥാശ്രമത്തിലുള്ള അഭിനിവേശം ഭവിതും ന അർഹതി ഊനം, അങ്ങനെ ഭവിക്കാൻ അർഹതയില്ലല്ലോ. പിന്നെ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? തന്റെ ചോദ്യത്തിന്റെ പ്രസക്തി ഒന്നുകൂടെ വിശദീകരിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കേണ്ടത്? ഒന്ന് വീക്ഷിച്ചു പോയാൽ പിന്നെ വീണ്ടും തിരിച്ചത് സ്വീകരിക്കാൻ വരില്ല, ഛർദ്ദിച്ചത് ഭക്ഷിക്കാതെ. പിന്നെ എന്തുകൊണ്ട് വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നു? ഇതൊരു അപകടമല്ലേ? ഇതൊരു പരാജയമല്ലേ? ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് ചോദ്യം. നൂനം മുക്തസംഗാനം താദൃശാനം ദ്വിജർഷഭ ഗൃഹേഷു അഭിനിവേശോയം പുംസാം ഭവിതുമർഹതി. നൂനം മുക്തസംഗാനം താദൃശാനം ദ്വിജർഷഭാം ഗൃഹേഷു അഭിനിവേശോയം പുംസാം ഭവിതുമർഹതി. മഹതാം ഖലു വിപ്രശ്രേ ഉത്തമ ശ്ലോകപാദയോ ഛായാനിർവൃതചിത്താനാം ന കുടുംബേ സ്പൃഹാമതി. മഹതാം ഖലു, ഹേ വിപ്രശ്രേ സംബോധനയാണ്. ബ്രാഹ്മണനും ഋഷിയുമായിരിക്കണം. ഹേ വിപ്രശ്രേ ഉത്തമ ശ്ലോകപാദയോ, ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ പാദങ്ങളിൽ ഒരു സെക്കൻഡ് ഇപ്പൊ
ഇനി നമുക്ക് ചിന്തിക്കാം. ഒരാൾ വന്നായിരുന്നു പറഞ്ഞില്ല. മഹതം ഖലവിപ്രർഷേ ഉത്തമ ശ്ലോകപാതയോ. ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ പാദങ്ങളിൽ ഛായാനിർവൃത ചിത്താനാം, ഛായയിൽ ആനന്ദിച്ചിരിക്കുന്ന മനസ്സോടു കൂടിയാണ്. ഛായ നിർവൃത ചിത്താന, ഛായയിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സോടു കൂടിയവരായ മഹതാം മഹാത്മാക്കൾക്ക് കുടുംബേ സ്പൃഹാമതി, കുടുംബത്തിലേക്കുള്ള സ്പൃഹ, ആഗ്രഹമുള്ള ബുദ്ധി ഉണ്ടാവാറില്ലല്ലോ. അജ്ഞാനത്തെ മുഴുവൻ നശിപ്പിച്ച് ജ്ഞാനമാകുന്ന കീർത്തി നേടിയ ഒരാൾ ലോകം മുഴുവൻ കീർത്തി നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ നിന്നും ആനന്ദത്തെ സിദ്ധിച്ച് അനുഭവിച്ച ഒരാളുടെ മനസ്സിൽ ബന്ധഹേതുവായ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ, ക്ഷുദ്രസുഖത്തിലേക്ക് ആശയുണ്ടാകുന്നുണ്ടോ? ഒരിക്കലും നശിക്കാത്ത ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അതൊക്കെ കളഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ദുഃഖസമ്മിശ്രമായ ഒരു സുഖാനുഭൂതിക്ക് വേണ്ടി തിരിച്ചു വരിക, അത് സാധാരണ ബുദ്ധിയുള്ളവരും ഇല്ലാത്തവരും ആരും ചെയ്യാറില്ലല്ലോ. പിന്നെ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? മഹതം ഖലവിപ്രർഷേ ഉത്തമ ശ്ലോകപാതയോ ഛായാനിർവൃതചിത്താനാം കുടുംബേ സ്പൃഹാമതി. മഹതം ഖലവിപ്രർഷേ ഉത്തമ ശ്ലോകപാതയോ ഛായാനിർവൃതചിത്താനാം കുടുംബേ സ്പൃഹാമതി. സംശയോയം മഹാൻ ബ്രഹ്മൻ ധാരാകാരഫുതാദിഷു ഭക്തഫ്യേദ്വിദ്ധിരഭൂത് കൃഷ്ണേ ച മതിരച്യുതാം. സംശയോയം മഹാൻ, ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞ, എനിക്കൊരു വലിയ സംശയമായി തന്നിരിക്കുന്നു. ധാര അകാര ഫുതാദിഷു, ഭാര്യ, കൊട്ടാരം, പുത്രന്മാർ, ഇവര് ധാര ഭാര്യ, അകാരം കൊട്ടാരം, ഫുതന്മാർ പുത്രന്മാർ. ധാര അകാര ഫുതാദിഷു ഭക്തഫ്യ, ആസക്തിയോടുകൂടി ഇരിക്കുന്നവന് യത് സിദ്ധി അഭൂത്, യാതൊരു സിദ്ധിയാണോ ഉണ്ടായത്, കൃഷ്ണേച്ച മതിഹി അച്യുത, അച്യുതമായ മതി കൃഷ്ണനിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് എങ്ങനെ ഈ ധാരാകാര ഫുതാദികൾ ആസക്തി? ശ്രീകൃഷ്ണ ഭഗവാനിൽ ഒരിക്കലും നശിക്കാത്ത അച്യുതമായ ഭക്തി ഉറച്ച ഒരാൾക്ക് അചഞ്ചലമായ ഭക്തിയും ഒടുവിൽ മോക്ഷവും ലഭിച്ചു എന്ന് കേട്ടതിൽ എനിക്ക് സംശയമുണ്ട്. സർവജ്ഞനായ അങ്ങ് ഇത് തീർത്തു തരണം, ഹേ ബ്രഹ്മൻ. മഹാൻ സംശയോയം. ആ ചോദ്യത്തെ 4 ശ്ലോകത്തിലൊന്ന് വിശദീകരിച്ചാണ്. ഇത്രയുമാണ് എൻ്റെ സംശയങ്ങൾ, ഒരു വാക്കിൽ മാത്രമല്ല. ഇപ്പൊ ചോദ്യങ്ങളെ ഉപചോദ്യങ്ങളെ കൊണ്ട് വർദ്ധിപ്പിച്ച് വിസ്തരിപ്പിച്ച് ചോദ്യം ചോദിക്കണം, എങ്കിലേ ഉത്തരം ശരിയായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഒറ്റ വാക്കിൽ ചോദ്യം ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം. ഇന്നത്തെ എല്ലാം അങ്ങനെയാണ്, 1 വേർഡ് ആൻസർ മാത്രം എല്ലാവർക്കും മതി. അതുകൊണ്ട് ചോദ്യവും ശരിയല്ല, ഉത്തരവും ശരിയല്ല. ചോദ്യം വിസ്തരിച്ച് ചോദിക്കണം, അപ്പൊ ഉത്തരവും വിസ്തരിച്ച് കിട്ടും. അതുകൊണ്ടാണ് ഒരു ചോദ്യത്തെ 4 വിഭാഗമാക്കി അത് വിഭജിച്ചിട്ട് 4 ശ്ലോകത്തിൽ. എന്റെ സംശയം വലിയ സംശയം തന്നെയാണ്, ചെറുതാണെന്ന് വിചാരിക്കരുത്. ശ്രീകൃഷ്ണനിലേക്ക് മനസ്സിലയിച്ച ഒരാൾ വീണ്ടും തിരിച്ച് ഭാര്യമാരിലും കുടുംബത്തിലും മക്കളിലും ഒക്കെ ആസക്തി ഉണ്ടാക്കുക എന്ന് പറയുന്നത് എങ്ങനെ പറ്റും? ഇതാണ് എന്റെ സംശയം. സംശയോയം മഹാൻ ബ്രഹ്മൻ ധാരാകാര ഫുതാദിഷു ഭക്തഫ്യത് സിദ്ധിരഭൂത് കൃഷ്ണേ ച മതിരച്യുതാം. സംശയോയം മഹാൻ ബ്രഹ്മൻ ധാരാകാര ഫുതാദിഷു ഭക്തഫ്യത് സിദ്ധിരഭൂത് കൃഷ്ണേ ച മതിരച്യുതാം. അച്യുത മതിഹി എന്നാണ്. അച്യുത എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോവാത്ത മതി, ബുദ്ധി. അച്യുതൻ എന്ന് വന്നതുകൊണ്ടാണ് ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ. ഇവിടെ മതി സ്ത്രീലിംഗമായതുകൊണ്ട് അച്യുതാ മതി എന്ന് ദീർഘം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സംശയോയം മഹാൻ ബ്രഹ്മൻ ധാരാകാര ഫുതാദിഷു ഭക്തഫ്യേത് സിദ്ധിരഭൂത് കൃഷ്ണേ ച മതിരച്യുതാം. ശ്രീ ശുകവാച. ഇത്രയും ചോദ്യം കേട്ടപ്പോൾ ശുകബ്രഹ്മർഷി മറുപടി പറയാൻ ആരംഭിച്ചു. ഇവിടെ മുതല് ഈ പഞ്ചമസ്കന്ധത്തിൽ വിഷമം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു
ഗദ്യ പരമ്പരയിൽ കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. ആദ്യമൊക്കെ ചെറിയ വരികളാണ്, കുറച്ച് നീണ്ട വരികളാകും. ആ ഗദ്യത്തിന്റെ തുടക്കം ഇവിടെ കാണാം. പാഠമുക്തം ഭഗവത ഉത്തമ ശ്ലോക ശ്രീമച്ചരണാരവിന്ദ മകരന്ദ രഫ ആവേശിത ചേതസോ ഭാഗവത പരമഹംസദൈത കഥാം കിഞ്ചിത് അന്തരായ വിഹതാം സ്വാം ശിവതമാം പദവി പ്രായേണ ഹിന്വന്തി. ഒരു വരിയാണ്. ഇത് നമുക്ക് നോക്കിയിട്ട് പാഠം ഉക്തം പറഞ്ഞത് ശരിയാണ്. പാഠം ശരി. പാഠം ഉക്തം ഭഗവത ഉത്തമ ശ്ലോകസ്യ, ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ ഏറ്റവും അധികം കീർത്തിക്കപ്പെടുന്നു, ഉത്തമമായി ശ്ലോകിക്കപ്പെടുന്നവനാണ് ശ്ലോക്യൻ, ശ്ലോകൻ. അങ്ങനെയുള്ള ശ്ലോകനായ ഭഗവാന്റെ ശ്രീമത് ചരണാരവിന്ദ, ശ്രീമത്തായ ചരണാരവിന്ദത്തിലെ കാൽ ആകുന്ന താമര, അരവിന്ദം താമര, ചരണാരവിന്ദം ചരണമാകുന്ന താമരയുടെ മകരന്തരഫം, തേനിന്റെ രഫം. അപ്പൊ ചരണാരവിന്ദ മകരന്തരഫ, അവിടെ ചരണാരവിന്ദ ഒന്ന് ചെറിയൊരു യതി സ്റ്റോപ്പ് ഇട്ടിട്ട് പിന്നെ മകരന്തരഫ എന്ന് വായിച്ചാൽ നമ്മൾ അർത്ഥം അറിഞ്ഞ് നന്നായിട്ട് വായിക്കുന്നു എന്ന് കേൾക്കുന്നവർക്ക് തോന്നിക്കാൻ പറ്റും. ശ്രീമത് ചരണാരവിന്ദ മകരന്തരഫ ആവേശിത ചേതസോ, അതിൽ മനസ്സ് ആവേശിക്കപ്പെട്ടവരായിട്ട്, ആവേശിത ചേതസോ ഭാഗവത പരമഹംസദൈത കഥാം, ഭഗവത് ഭക്തന്മാരായ പരമഹംസന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ, ഭാഗവതന്മാരായ പരമഹംസന്മാർക്ക് ദൈതം ഇഷ്ടപ്പെട്ടവൾ, ദൈത ഇഷ്ടപ്പെട്ടവൾ, ദൈതൻ ഇഷ്ടപ്പെട്ടവൻ, ദൈത കഥാം ഇഷ്ടപ്പെട്ട കഥയെ കിഞ്ചിത് അല്പം അന്തരായ വിഹതാം, അന്തരായം എന്താ തടസ്സമാണ്, വിഘ്നം, അത് വിഹതം, അന്തരായത്തിനെ വിഹതി ഉണ്ടാക്കുന്ന, നഷ്ടമുണ്ടാക്കുന്ന, വിഘ്നങ്ങൾക്ക് എന്താണ് നഷ്ടം ഉണ്ടാക്കുന്ന, വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്ന സ്വാം ശിവതമാം പദവിയും, തൻ്റെതായ മംഗളകരമായ ആ മാർഗത്തെ പ്രായേണ മിക്കവാറും ഹിന്വന്തി ത്യജിക്കുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. ഹിന്വന്തി ത്യജന്തി, ഹിന്വന്തി ത്യജിക്കുന്നില്ല. ഇപ്പൊ ഭഗവത് ഭക്തന്മാർക്ക് ഒരു ഗൃഹാഭിനിവേശം ഉണ്ടാകുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ അവരൊക്കെയാണ് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് ഭക്തിയുണ്ട്, ഗൃഹാഭിനിവേശമുണ്ട്. പക്ഷെ ചില പ്രതിബന്ധങ്ങൾ കൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരികയും പൂർവാർജിതമായ സംസ്കാരത്തിന്റെ ബലം കൊണ്ട് അതിൽ നിന്ന് പിന്നെയും നിവൃത്തി മാർഗത്തിലേക്ക് വരികയും ചെയ്യും. നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക്, വിഷയങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിഞ്ഞു പോകും. അങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ പൂർവാർജിതമായ സംസ്കാരം കൊണ്ട് ഇത് ശരിയല്ല എന്ന് നമ്മൾ തിരിച്ചു വീണ്ടും ഭക്തിയിലേക്ക് വരും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. ഈ ഗതാഗതം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. കുറച്ച് പോകുന്നു, കുറച്ച് കേൾക്കുന്നു, ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മൾ വാസ്തവത്തിൽ ഈ പരിവർത്തനെ പോലെ തന്നെയല്ലേ? കുറച്ച് ഭക്തിയുണ്ട്, ബാക്കി ഗൃഹസ്ഥാശ്രമമുണ്ട്. രണ്ടുമില്ല, രണ്ടും അനുഷ്ഠിക്കുന്നവരാണ്. ഒന്നിൽ നിന്നും തിരിച്ച് താഴോട്ട് പോയത് എന്തിനായിരുന്നു ചോദ്യം. മുകളിലോട്ടല്ലേ പോകേണ്ടത്. ഭാഗവത പരമഹംസ ദൈത കഥാം കിഞ്ചിത് അന്തരായ വിഹിതം സ്വാം ശിവതമാം പദവിന്ന പ്രായണ ഹിന്വന്തി. അങ്ങനെ പോയാലും അവരുടേതായ ശിവതമമായ പദവി മാർഗം എന്താണ്, മോക്ഷത്തിലേക്കുള്ള വഴി, ഭക്തിയിലേക്കുള്ള വഴി, അതവർ ഉപേക്ഷിക്കുന്നു. ഭക്തി കളഞ്ഞിട്ട് ഈ കുടുംബത്തിലേക്ക് പോകില്ല. കുടുംബവും ഭക്തിയും ഏതാണ്ട് താരതമ്യേന. കുടുംബം കൂടുതലും ഭക്തി കുറവുമാണെങ്കിൽ പോലും കൊണ്ടു നടക്കാറില്ല. അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അവരൊക്കെ അങ്ങനെ പോകുന്നവരുമാണ്. അതുകൊണ്ട് ഭഗവാന്റെ ചരണാരവിന്ദത്തെ ധ്യാനിച്ച് അവിടെ നിന്നും കിട്ടുന്ന മകരന്ദമെന്ന തേനിന്റെ രസത്തെ ആശ്രയിച്ച് കഴിയുന്ന മനസ്സോടു കൂടിയവരാണെങ്കിലും
ഭഗവത് ഭക്തന്മാരായ ഈ പരമഹംസന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ കഥ കേൾക്കാൻ ചിലപ്പോൾ വിഘ്നം നേരിട്ടു എന്ന് വരാം. നമ്മുടെ അവസ്ഥയാണ് പറയുന്നത്. പലപ്പോഴും ഭക്തിയില്ലാത്തതുകൊണ്ടല്ല, ഗാർഹസ്ഥ്യ ജീവിതത്തിന്റെ ബഹളപൂരിതമായ അന്തരീക്ഷം കൊണ്ട് അതിന് തടസ്സമുണ്ടാകും. അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചാൽ, സപ്താഹത്തിൽ പോകണമെന്ന് വിചാരിച്ചാൽ, ഇന്ന് വേണ്ട ഭാഗവതം ക്ലാസ്സിന് വരണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ തടസ്സമാവില്ലേ? എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിരിക്കും. അത് സ്വാഭാവികമാണ്. അത് വന്നുകൊണ്ടേയിരിക്കും. എത്ര ഭംഗിയായിട്ടാണ് വ്യാസൻ നമ്മുടെ മനസ്സിനെ അനലൈസ് ചെയ്തിരിക്കുന്നത്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പുറപ്പെട്ടതാണ്. അതൊരു അപകടമല്ല, ആപത്തല്ല എന്ന് പറയാൻ പുറപ്പെടുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഘ്നം നേരിട്ടുന്ന് വരെ. എന്നാലും നമ്മളെ ഏറ്റവും ആനന്ദിപ്പിക്കുന്ന ഭഗവത് കഥയില് കുറച്ചു നാള് പരിശ്രമിച്ചത് കൊണ്ട്, ആ സംസ്കാരം ഉള്ളിലുള്ളത് കൊണ്ട് ആ മാർഗത്തെ ഉപേക്ഷിക്കത്തില്ല. നേരത്തെയുള്ള അഭ്യാസബലം കൊണ്ട് വീണ്ടും നമുക്ക് ആ ഭക്തി മാർഗത്തിലേക്ക് പ്രവേശനം കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്ക് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ഈ പ്രിയവ്രതൻ വന്നുപോയി എന്ന് കരുതി അദ്ദേഹം ആശ്രയിച്ചിരിക്കുന്ന ഭക്തിമാർഗത്തിന്റെ പദ്ധതി, മുക്തിമാർഗത്തിന് വഴി അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. ഇങ്ങോട്ട് വന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ വന്നു, ഭാര്യാപുത്രന്മാരെ, ധനം, സമ്പത്ത്, രാജ്യം ഇതൊക്കെ സ്വീകരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ പിടി അവിടെ തന്നെയാണ്. അവിടുന്ന് പിടിവിട്ടു പോകുന്നില്ല. സ്വാഭാവികമാണ്. ഇത്ര സംശയകരമായ ചോദ്യത്തിന്റെ ആവശ്യം ഇവിടെ എന്താണ്? ഇങ്ങനെയല്ലേ എല്ലാവരും ജീവിക്കുക? പ്രിയവ്രതൻ മാത്രമല്ല, നമ്മളൊക്കെ അങ്ങ് തന്നെയാണ്. രാവിലെ അമ്പലത്തിൽ പോകും, വിഷ്ണുസ്വാമി ചെല്ലും, അകഴിയും തിരിച്ചു വന്നിട്ട് ബാക്കി മുഴുവൻ ഗൃഹസ്ഥ ആശ്രമ ജീവിതത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചു. വൈകിട്ട് സമയം കിട്ടിയാൽ ചിലപ്പം വിഘ്നം വരും. വന്നാലും കുഴപ്പമില്ല, അത് വേണ്ടെന്ന് വെക്കും. അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നാമം ചൊല്ലി, സഹസ്രനാമം ചൊല്ലി, ഭാഗവതമൊക്കെ വായിച്ച് പിന്നെ എല്ലാവരും കൂടി അത്താഴമൊക്കെ കഴിച്ച് പതിവ് പോലെ സമസ്ത ജോലികളും ഗൃഹസ്ഥാശ്രമം ചെയ്തു വിട്ടത്. ചിലപ്പോൾ ഇതിന് വിഘ്നം വരും. ഒരു ദിവസം കൂടെ നടന്നില്ലെന്ന് വരും, 2 ദിവസം പറ്റിയില്ലെന്ന് വരും. രോഗം കൊണ്ടായിരിക്കും, യാത്ര കൊണ്ടായിരിക്കും, സ്ഥലത്തില്ലാത്തതുകൊണ്ടായിരിക്കും, വിരുന്നുകാർ വന്നുകൊണ്ടായിരിക്കും, എത്രയോ വിഘ്നങ്ങൾ ഉണ്ടാകാം. അത് ഗൃഹസ്ഥാശ്രമത്തിന്റെ സ്വഭാവം തന്നെയാണ്. അതൊരു തെറ്റല്ല, അപകടവുമല്ല. നമുക്ക് നിലനിൽക്കാൻ വേണ്ടി എന്ത് ആശ്രയമാണ് ഭാഗവതം തരിക? അതിൽ കൂടി തന്നെ പൊക്കോളൂ. പക്ഷെ ഈ പിടി നിങ്ങൾ വിടരുത്. 5 ദിവസം മടങ്ങിപ്പോയി, ഇനി ഞാൻ പോകുന്നേ ഇല്ല, കഴിഞ്ഞു, ഇനി എന്നെ കൊണ്ട് വിചാരിച്ചാൽ പറ്റില്ല എന്നൊക്കെ നമ്മൾ വെറുതെ പറയും. അങ്ങനെ ചിന്തിക്കരുത്. 10 ദിവസം പറ്റിയില്ലെങ്കിൽ വീണ്ടും തുടരണം. വിഘ്നം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാം. അതുകൊണ്ട് ഈ വഴി ഉപേക്ഷിക്കരുത്. അതുകൊണ്ടാണ് കിഞ്ചിത് അന്തരായ വിഹിതാം സ്വാം ശിവതമാം പദവി എന്ന പ്രായണ ഹിന്നത്തി ഉപേക്ഷിക്കാറില്ല. പാഠമുക്തം ഭഗവത ഉത്തമ ശ്ലോകസ്യാം ശ്രീമച്ചരണാരവിന്ദ മകരന്തരഫ ആവേശിത ചേതസോ ഭാഗവത പരമഹംസദൈത കഥാം കിഞ്ചിത് അന്തരായ വിഹതാം സ്വാം ശിവതമാം പദവി ന പ്രായണ ഹിന്വന്തി. പാഠമുക്തം ഭഗവത ഉത്തമ ശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദ മകരന്തരഫ ആവേശിത ചേതസോ ഭാഗവത പരമഹംസദൈത കഥാം കിഞ്ചിത് അന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിന്വന്തി. പാഠമുക്തം ഭഗവത ഉത്തമ ശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദ മകരന്തരഫ ആവേശിത ചേതസോ ഭാഗവത പരമഹംസദൈത കഥാം കിഞ്ചിത് അന്തരായ വിഹതാം സ്വാം ശിവതമം പദവീം ന പ്രായേണ ഹിന്വന്തി. ഹർഹിവാവഹരാജൻ സരാജപുത്ര പ്രിയവ്രത പരമഭാഗവതോ നാരദസ്യ ചരണോപസേവയാം അഞ്ജസാ അപഗതപരമാർത്ഥസത്തോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ അവനിതര പരിപാലനായ ആംനാഥ പ്രവര ഗുണഗണൈകാന്തഭാജനതയാ സ്വപുത്രോ വാമന്ത്രിതോ ഭഗവതി വാസുദേവേ ഏവ അഭ്യുപധാന ഫമാധിയോഗേന ഫമാവേശിത സകല കാരകക്രിയാകലാപോ നൈവ അഭ്യനന്ദദ്യതവി തത് അപ്രത്യാമ്നാദവ്യം തത് അധികരണ ആത്മനോ അന്യസ്മാദഫതോപി പരാഭവം അന്വീക്ഷമാണം. അത് താരതമ്യേന നീണ്ട ഗദ്യം. ചിലപ്പോ ഒരു പേജ് വരെ ഒരു ഗദ്യം ഇനി വരാം. ഇതിപ്പം ഒരു പാരഗ്രാഫിന് അത്രേ വന്നിട്ടുള്ളൂ. സാരമില്ല, സാരമാണ്. പക്ഷെ ആദ്യം കേൾക്കുമ്പോൾ ഇത്തിരി വിഷമല്ലേ എന്നൊക്കെ തോന്നും. സാരമില്ല,
നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, ഒരു പടവലങ്ങ മൊത്തം ഒരു കടയിൽ തൂക്കിയിട്ട് നമുക്ക് ഈശ്വര ഇത് ഞാൻ എങ്ങനെ കഴിക്കും തോന്നി. അവിടെ നിന്നത് എന്താണ് ഒന്നിച്ച് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് സാമ്പാറിനകത്തിട്ടു, അവിയലിനകത്തിട്ടു, പല്ലത്തിനകത്തിട്ടു കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് ഈ പടവലങ്ങ മുഴുവൻ കഴിക്കാം, ഒരു കുഴപ്പമില്ല. അതുപോലെ കഷ്ണങ്ങളാക്കി നമുക്ക് വിഭജിച്ച് പോകണം. രാജൻ, ഹേ രാജൻ, യഹ ഹി വാ അവ എപ്പോൾ ആകട്ടെ, ഹി വാവ ആവട്ടെ, തീർച്ചയായിട്ടും പറയാം. രാജപുത്ര പ്രിയവ്രത, ആ രാജപുത്രനായ പ്രിയവ്രതൻ പരമഭാഗവതോ നാരദസ്യ, പരമഭാഗവതനായ നാരദന്റെ ചരണോപസേവയാ, പാദസേവ കൊണ്ട്, ചരണ ഉപസേവയാ, ചരണോപസേവയാ, പാദസേവ കൊണ്ട്, അഞ്ജസ പെട്ട, ചരണോപസേവയാ അഞ്ജസ, അവഗത പരമാർത്ഥ സത്തു. അവിടെ വഗതം എന്നല്ല അവഗതം എന്ന് പദം പിരിക്കുമ്പോൾ വായിക്കണം. അപ്പൊ ചരണോപസേവയ അഞ്ജസാവഗത എന്നൊന്നിച്ച് വായിക്കാം, അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ചരണോപസേവയ അഞ്ജസ അവഗത പരമാർത്ഥ സത്തു, അവഗതം ഉൾക്കൊണ്ടു, മനസ്സിലാക്കി, സ്വീകരിച്ചു. എന്തിനെ? പരമാർത്ഥ സത്വം, പരമമായ അർത്ഥം, അതാണ് പരമാർത്ഥം. പരമമായ അർത്ഥം ലക്ഷ്യം. പരമമായ ലക്ഷ്യത്തിന്റെ പേരാണ് പരമാർത്ഥം. മലയാളത്തിൽ പറയുന്ന സത്യം എന്നുള്ള അർത്ഥം മാത്രമല്ല, സത്യം അത് തന്നെയാണ്, അവിടെ കൊണ്ടുപോകലാണ്. പരമാർത്ഥ സതത്വ, തത്വത്തോടു കൂടിയവൻ, സതത്വ. പരമാർത്ഥ സതത്വോ ബ്രഹ്മസത്രേണ, ബ്രഹ്മസത്രം കൊണ്ട്, ആത്മവിചാരത്തിനു വേണ്ടി. ബ്രഹ്മസത്രം ഇവിടെ ആത്മവിചാരം എന്നാണ്. ബ്രഹ്മത്തെ കുറിച്ചുള്ള സത്രം എന്ന് വെച്ചാൽ വിചാരണ എന്നാണ്. ഭാഗവത സത്രം ധാരാളം കേട്ട് നമുക്ക് പരിചയമുണ്ട്. സത്രത്തിൽ വിചാരണകളാണ് നടക്കുന്ന മുഴുവൻ. ഭാഗവതത്തിലെ ഓരോരോ ആശയങ്ങൾ, കഥകൾ, അവയെക്കുറിച്ച് പലര് കൂടിയിരുന്ന് വിചാരണ ചെയ്യലാണ് സത്രത്തിൽ. അതേസമയത്ത് സപ്താഹത്തിൽ പലരല്ല, ഒരാചാര്യനേ ഉണ്ടാവുള്ളൂ. ആ ആചാര്യൻ അനുസ്യൂതമായിട്ട് കഥ പറഞ്ഞു പോകൽ മാത്രമേ ഉള്ളൂ. സപ്താഹത്തിൽ കഥാകഥനമാണ് പ്രധാനം, ഈ തത്വവിചാരം അല്ല. അത് ഇടയ്ക്ക് വരപ്പോഴും സമയം കിട്ടിയാൽ പറഞ്ഞെങ്കില ഇല്ല, കഥ പറയൽ മാത്രമേ ഉള്ളൂ. സപ്താഹവും സത്രവും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. അപ്പൊ എന്താണ് ഇവിടെ? ബ്രഹ്മസത്രേണ, ജ്ഞാനവിചാരം കൊണ്ട് ദീക്ഷിഷ്യമാണോ, വ്രതം ആചരിക്കുന്നവരായിട്ട്, ദീക്ഷാന്ത വ്രതം, ദീക്ഷിഷ്യമാണ, വ്രതമാചരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനായി, അവനിതല പരിപാലനായ, അവനിതലം ഭൂമി, അതിന്റെ പരിപാലനത്തിനായിക്കൊണ്ട് രക്ഷകയാണ്. അവനിതല പരിപാലനായ ആംനാഥപ്രവര ഗുണഗണ ഏകാന്തഭാജനതയാ. ആംനായം ചൽ പറയപ്പെട്ടത്, ആംനാഥം പറയപ്പെട്ടത്, ആംനാഥം പറയുന്നത്. ആംനാഥമായ പ്രവരഗുണം, ഉത്കൃഷ്ടമായ ഗുണം, ആ ഗുണങ്ങളുടെ ഗണം, കൂട്ടം, അത് ഏകാന്ത ഭജനതയാ, ഉത്കൃഷ്ടമായ ഗുണങ്ങളുടെ മുഖ്യസ്ഥാനമായതുകൊണ്ട്, പറയപ്പെട്ടിരിക്കുന്ന ഉത്കൃഷ്ട ഗുണങ്ങളുടെ മുഖ്യസ്ഥാനമായിരിക്കുന്നത് കൊണ്ട്, ആംനാഥ പ്രവരഗുണ ഗണ ഏകാന്തഭാജനതയാ സ്വപിത്രോ അപാമന്ത്രിതോ, സ്വന്തം പിതാവിനാൽ ഉപാമന്ത്രിത, സ്വപിത്രോ ഉപാമന്ത്രിത, സ്വന്തം പിതാവിനാൽ ഉപാമന്ത്രിത, സ്വന്തം പിതാവിനാൽ
നിയമിക്കപ്പെട്ടവനായിട്ട് ഉപാമന്ത്രണം ചെയ്യുക, ക്ഷണം കിട്ടി വിളിച്ചു കൊണ്ടിരിക്കുക എന്നാണ്. സ്വന്തം പിതാവിനാൽ ഉപാമന്ത്രണം ചെയ്യപ്പെട്ടിട്ട് വിളിച്ചു കൊണ്ടുവരപ്പെട്ടതുകൊണ്ട് ഭഗവതി വാസുദേവേവ, ഭഗവാനായ വാസുദേവനിൽ, ഭഗവതി സപ്തമിയാണ് അതുകൊണ്ട് ഭഗവാനിൽ എന്നാണ്. ഭഗവാനായ വാസുദേവേ ഏവ എന്നാണ് പദം പിരിക്കുമ്പോൾ ഏകാരം ഇപ്പുറത്തെ ലോപിച്ചു പോയതാണ്. ഭഗവതി വാസുദേവേവ, ഭഗവാനായ വാസുദേവനിൽ തന്നെ അവ്യവധാന സമാധിയോഗേന, മറവില്ലാത്ത സമാധിയോഗം കൊണ്ട്, അവ്യവധാനം മറവില്ലാത്ത സമാധിയോഗം കൊണ്ട്, അവ്യവധാന സമാധി യോഗേന സമാവേശിത സകല കാരകക്രിയാകലാപോ, സമാവേശിതം ആവേശിക്കപ്പെട്ട, സകല കാരകക്രിയാകലാപ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ക്രിയകളുടെ സമൂഹത്തോടു കൂടിയാണ്. സകല കാരക ക്രിയാ കലാപം എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടം എന്നാണ് സംസ്കൃതത്തിൽ. ഇന്നത്തെ കലാപമല്ല, ക്രിയാകലാപം, ക്രിയകളുടെ കൂട്ടം. കാരകം ചെയ്യപ്പെടേണ്ടതായ സകല കാരക ക്രിയാകലാപോ, ചെയ്യപ്പെടേണ്ട സമസ്ത ക്രിയകളുടെ സമൂഹത്തോടു കൂടിയവനായിട്ട് ന ഏവ അഭ്യനന്ദത് യദി അപി യദ്യപി, നൈവാഭ്യനന്ദദ്യപി, നൈവ അഭ്യനന്ദദ്യപി ഇത്യാദ്യ എന്ന് രണ്ടെണ്ണം വരും. അവിടെ പദം പിരിക്കാം. ന ഏവ അഭ്യനന്ദത്, അതിനെ അഭിനന്ദിച്ചില്ല. യദി അപി യദ്യപി, എങ്കിലും. നൈവ അഭ്യനന്ദത് യദി അപി, നൈവാഭ്യനന്ദദ്യപി. ഒന്നിച്ച് കിട്ടുന്നില്ലെങ്കിൽ നൈവാഭ്യനന്ദത് യദ്യപി എന്ന് രണ്ടാക്കാം. അപ്പോഴും കുഴപ്പമില്ല. നൈവാഭ്യനന്ദത് യദ്യപി, അതിനെ അഭിനന്ദിച്ചില്ല എങ്കിലും തത് അപ്രത്യാമ്നാതവ്യം, അത് തിരസ്കരിക്കേണ്ടത് അല്ലെങ്കിലും, തത് അപ്രത്യാമ്നാതവ്യം, അത് തിരസ്കരിക്കേണ്ടതല്ല എങ്കിലും, തദധികരണേ, അതിൽ ഇരുന്നു കൊണ്ട്, ആത്മനഃ തന്റെ തന്നെ, അന്യസ്മാത് അസതോപി, അന്യസ്മാത് മറ്റൊന്നിലാണെങ്കിലും, മിഥ്യാഭൂതമായ സംസാരത്തിലാണെങ്കിലും അതിൽ നിന്നും ആത്മനഃ പരാഭവം, ആത്മാവിന്റെ തിരസ്കാരത്തെ, അന്വീക്ഷമാണഃ ആലോചിക്കുന്നവനായിട്ട്, തത് ന അഭ്യനന്ദ, അതിനെ അഭിനന്ദിച്ചില്ല. ഞാൻ വാക്കിന്റെ അർത്ഥം മാത്രം പറഞ്ഞിങ്ങനെ പോയതാണ്. നിങ്ങൾക്ക് വാക്കും പദവുമായിട്ട് പരിചയം ഉണ്ടാകട്ടെ എന്ന് കരുതി. യർഹി വാവഹ രാജൻ സ രാജപുത്ര പ്രിയവ്രത പരമഭാഗവതോ നാരദഭ്യ ചരണോപസേവയ അഞ്ജഫ അവഗത പരമാർത്ഥ സതത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ അവനിതല പരിപാലനായ ആംനാദ പ്രവര ഗുണഗണ ഏകാന്തഭാജനതയാ സ്വപിത്രോ ഉപാമന്ത്രിതോ ഭഗവതി വാസുദേവ ഏവ അവ്യവധാന സമാധിയോഗേന സമാവേശിത സകല കാരകക്രിയാകലാപോ നൈവ അഭ്യനന്ദത് യദ്യപി തത് അപ്രത്യാമ്നാതവ്യം തദധികരണേ ആത്മനോ അന്യസ്മാത് അസതോപി പരാഭവം അന്വീക്ഷമാണഃ. പ്രിയവ്രതൻ ചെറുപ്പത്തിൽ തന്നെ പരമഭാഗവതനായ നാരദന്റെ ചരണോപസേവ കൊണ്ട് നാരദനുമായിട്ടുള്ള
പാദസേവ കൊണ്ട്, സമ്പർക്കം കൊണ്ട്, സംബന്ധം കൊണ്ട് യാതൊരു ബ്രഹ്മജ്ഞാനമാണോ അദ്ദേഹത്തിന് ലഭിച്ചത്, ആ ബ്രഹ്മജ്ഞാനം തന്നെയാണ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് സഹായിച്ചത്. പരമഭാഗവതോ നാരദസ്യ ചരണോപസേവയ അഞ്ജസ അവഗത പരമാർത്ഥ സതത്തു ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ. അങ്ങനെയാണെങ്കിലും അവന് തല പരിപാലനായ ആംനാഥപ്രവര ഗുണ ഏകാന്തഭാജനതയ പിത്രോഹുഭാവന്ത്. അച്ഛൻ വന്ന് വിളിച്ചു. നാരദൻ ചെറുപ്പത്തിലെ കൂട്ടിക്കൊണ്ടുപോയി, തനിക്ക് ഗൃഹസ്ഥാശ്രമം വേണ്ട, നമുക്ക് സന്യാസത്തിന് പോവാം, അതാ നല്ലത്, കൂട്ടിക്കൊണ്ടുപോയി. കുറെ കഴിഞ്ഞപ്പോൾ പിതാവ് ചെന്ന് വിളിച്ചു, നീ മൂത്ത മകനാണ്, നീ വന്ന് അച്ഛനെ സഹായിക്കണം, അച്ഛന്റെ ജോലി സൃഷ്ടിയാണ്, അതിലേർക്കണം എന്ന് പറഞ്ഞ് കുറെ ഉപദേശിച്ചപ്പോൾ ആ ചെറുപ്പത്തിൽ തന്നെ ഭഗവാന്റെ ഭക്തി നാരദ മഹർഷിയിൽ നിന്നും നന്നായി ലഭിച്ച് അടിയുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പരമാത്മാവിന്റെ തത്വബോധം, സതത്വബോധം, ആ തത്വബോധം നന്നായിട്ട് ഉറപ്പിച്ചു. അതുകൊണ്ട് ആത്മധ്യാനത്തോടു കൂടി ജന്മം മുഴുവൻ കഴിയാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പോഴാണ് പ്രിയവ്രതന്റെ അടുക്കൽ പിതാവ് വന്ന് രാജ്യപരിപാലനത്തിന് പ്രവേശിക്കണമെന്ന് ഉപാമന്ത്രിത, പിത്രോഹു ഉപാമന്ത്രിത. അതിന് കാരണം രാജ്യത്തെ ധർമ്മപ്രകാരം പരിപാലിക്കാൻ വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ഈ പുത്രനിലുണ്ട് എന്ന് കണ്ടിട്ടാണ്. ഇവൻ പരമഭാഗവതനാണ്, ഭക്തനാണ്, പക്ഷെ രാജ്യപരിപാലനത്തിന് വേണ്ട സമസ്ത ഗുണഗണങ്ങളും ഇവനിലുണ്ട് എന്ന് പിതാവിന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ആ സമാധി യോഗത്തിന്റെ പരിപൂർണത കൊണ്ട് ഭഗവാനിൽ ഇന്ദ്രിയങ്ങളൊക്കെ സമർപ്പിച്ച് ഇരിക്കുന്നവനാണ് പ്രിയവ്രതൻ എങ്കിലും രാജ്യാധികാരത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ലൗകിക ജീവിതത്തിന്റെ മിഥ്യാഭൂതമായ പ്രപഞ്ചകാര്യം കൊണ്ട് ആത്മവിസ്മൃതി വന്നു പോവില്ലേ എന്ന് വിചാരിച്ചാണ് പ്രിയവ്രതന്റെ ആജ്ഞയെ അഭിനന്ദിച്ചില്ല. നാരദന്റെ പരമഭക്തനായി ശിഷ്യനായി തീർന്ന പ്രിയവ്രതൻ പരമഭാഗവതോ നാരദസ്യ ചരണോപസേവയ അഞ്ജസ അവഗത പരമാർത്ഥ സതത്വം. പെട്ടെന്ന് ആ പരമാത്മാവിന്റെ തത്വബോധത്തെ ഉണ്ടാക്കി ഉറപ്പിച്ചിട്ട് ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോപി, ബ്രഹ്മത്തെക്കുറിച്ച് വിചാരണ ചെയ്യുക എന്നുള്ള വ്രതം കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടാൻ ആഗ്രഹിച്ചവനാണ് എങ്കിലും അവന് തല പരിപാലനായ ഭൂരക്ഷയ്ക്ക് ആവശ്യമായ ആംനാഥ പ്രവര ഗുണഗണ ഏകാന്തഭാജനതയാ, അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്ന ആംനാഥങ്ങളായ സമസ്ത ഗുണങ്ങളുടെയും ഏകപാത്രമാണ് ഈ മകൻ എന്ന് പിതാവിന് തിരിച്ചറിയാൻ പറ്റി. അതുകൊണ്ട് പിത്രോഹോ ഉപാമന്ത്രിത, പിതാവ് തിരിച്ചു വരാൻ വേണ്ടി ക്ഷണിച്ചു വരുത്തി. അപ്പോഴും ഭഗവതി വാസുദേവ ഭഗവാനിൽ തന്നെ അവ്യവധാന സമാധി യോഗേന, ഒരു മറവുമില്ലാത്ത സമാധി യോഗത്തിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ട് ന ഏവ അഭ്യനന്ദ, പിതാവിന്റെ വാക്കിനെ അഭിനന്ദിച്ചില്ല. വരാമെന്ന് പറഞ്ഞില്ല, വരില്ലെന്ന് രണ്ടും പറഞ്ഞില്ല. നന്നായി, അച്ഛാ ഞാനിപ്പോ വന്നേക്കാം ഒന്നും വേണ്ടിയില്ല, അഭിനന്ദിച്ചില്ല ആ വാക്കിനെ. യദ്യപി എങ്കിലും തത് അപ്രത്യാംനാദവ്യം, ആ വാക്കിനെ തിരസ്കരിക്കേണ്ടതല്ല പിതാവിന്റെ വാക്കിനെ. എങ്കിലും തത് അധികരണേ ആത്മനോ അന്യസ്മാത് അഫദോപി പരാഭവോ അനീക്ഷമ. അങ്ങനെയാണെങ്കിലും ആ രാജ്യാധികാരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അതിന്റെ അധികരണത്തിൽ ഇരുന്നാൽ, ആത്മനോ അന്യസ്മാത് അഫദോപി, താൻ അന്യസ്മാതായ പ്രാപഞ്ചിക ലോക ജീവിതത്തിന്റെ അഫത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പരാജയത്തെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം തിരസ്കരിച്ചത്. നേരത്തെ കണ്ടു, ഞാൻ എത്ര വലിയ യോഗസിദ്ധി നേടിയ ആളാണെങ്കിലും ഭക്തി നേടിയ ആളാണെങ്കിലും
ജ്ഞാനം നേടിയ ആളാണെങ്കിലും ആ സിംഹാസനത്തിൽ പോയിരുന്ന് രാജ്യപരിപാലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അസത്തായ ഈ പ്രപഞ്ചത്തിലേക്ക് ലയിച്ച് ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലും പരമാത്മ തത്വബോധമായ ഭഗവത് സ്വരൂപത്തെ ഞാൻ മറന്നേക്കാം. അതുകൊണ്ടാണ് നൈവ അഭ്യർത്ഥന, അതുകൊണ്ട് അഭിനന്ദിക്കുക. ഇത് ശരിയാവില്ല. ഹിവാവഹരാജൻ സരാജപുത്ര പ്രിയവ്രത പരമഭാഗവതോ നാരദരണോപസേവയാം അഞ്ജസാവഗത പരമാർത്ഥപദത്തോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ അവനിതല പരിപാലനായ ആംനാഥപ്രഗുണഗണീകാന്തഭാജനതയാം സ്വപിത്രോ വാമന്ദിതോ ഭഗവതി വാസുദേവ ഏവ അവ്യവധാനസമാധിയോഗേന സമാവേശിതസകലകാരക്രിയാകലാപോ നൈവ അഭ്യനന്ദദ്യപി തദപ്രത്യാനാദവ്യം തദധികരണ ആത്മനോ അന്യസ്മാദഫദോപി പരാഭവം അന്വീക്ഷമാണഃ. യർഹി വാ വഹരാജൻ സരാജപുത്ര പ്രിയവ്രതഃ പരമഭാഗവതോ നാരദസ്യ ചരണോപസേവയാഞ്ജസാവഗത പരമാർത്ഥതത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ വനിതല പരിപാലനായ ആംനാഥപ്രഗുണഗണീകാന്തഭാജനതയാ സ്വപിത്രോ വാമന്ത്രിതോ ഭഗവതി വാസുദേവ ഏവ അഭ്യുപധാനസമാധിയോഗേന സമാവേശിതസ്കലകാരക്രിയാകലാപോ നൈവ അഭ്യനന്ദദ്യപി തദപ്രത്യാനാദവ്യം തദ്ധികരണ ആത്മനോ അന്യസ്മാദഫദോപി പരാഭവം അന്വീക്ഷമാണഃ എന്ന് കുറേ പദം പിരിച്ച് വായിച്ച് നല്ല ബോധം ഉണ്ടായി കഴിയുമ്പോൾ ഒന്ന് സ്പീഡിൽ പിന്നെ വായിച്ചു പോകാം. ആദ്യം അങ്ങനെ വായിക്കാൻ വേണ്ടി ശ്രമിക്കണ്ട. ആദ്യം ഓരോ പദങ്ങളെയും പിരിച്ച് പദച്ഛേദത്തോടെ വായിച്ച് ഉറപ്പിച്ചാൽ മതി. അതുകൊണ്ടാണ് എർഹീവാവഹരാജൻ ഫരാജപുത്ര പ്രിയവ്രതഃ പരമഭാഗവതോ നാരദസ്യ ചരണോപസേവയാ അഞ്ജസ അവഗത പരമാർത്ഥതത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ അവനിതല പരിപാലനായ ആംനാഥപ്രവര ഗുണഗണേ ഏകാന്തഭാജനതയാ സ്വപിത്രോ വാമന്ത്രിതോ ഭഗവതി വാസുദേവ ഏവ അവ്യവധാനസമാധിയോഗേന സമാവേശിതസകലകാരക്രിയാകലാപോ നൈവ അഭ്യനന്ദത് യദ്യപി തദപ്രത്യാനാദവ്യം തദധികരണ ആത്മനോ അന്യസ്മാത് അഫദോപി പരാഭവം അന്വീക്ഷമാണ്. നമ്മൾ സമയം എടുത്തിരിക്കുകയാണ്. 1 മണിക്കൂറായിട്ട് നമ്മൾ ഗദ്യത്തിൽ കൂടി പോകുമ്പോൾ ഇത്തിരി പതുക്കെ പോകാൻ പറ്റുള്ളൂ ആദ്യമായിട്ട്. പിന്നെ നിങ്ങൾ ഈ ശൈലിയുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം. സംശയമുള്ളവർക്ക് ചോദിക്കാം. ഈ ഇന്നത്തെ ഇത്രയും ഭാഗത്തിന് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നു ചോദിക്കാം. ഉപന്യാസ രൂപത്തിലാണ് വരുന്നല്ലേ? ചോദിച്ചോളൂ. ആരാ ചോദ്യം ചോദിച്ചോളൂ സാറേ. ഈ ആംനാഥായ ആംനാഥവ്യം എന്ന് വെച്ചാല് ആംനാഥവ്യം എന്ന് വെച്ചാൽ എന്താണ്? പറയപ്പെട്ടതാണ്. സാറി വെച്ചോ? ഇതേ ഒരു ഉപന്യാസ രൂപത്തിലാണ് സംഗതി ഇത് അവതരിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ അതൊരു ശൈലി, ഒരു പ്രത്യേക ശൈലി എന്ന് വേണമെങ്കിൽ പറയാം. പഞ്ചം മുഴുവൻ ആ ശൈലിയില്ല. 3-4 ശ്ലോകം ഒരു ബാക്കിയെല്ലാം ഈ ഗദ്യത്തില. ആ നീണ്ട ഗദ്യത്തെ തൊടുത്ത് സിമ്പിൾ ഭാഷയിൽ അങ്ങ് പോവാ. അത് മാത്രമല്ല, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇപ്പൊ ബ്രഹ്മജ്ഞാനം നേടിയ ഒരാൾക്ക് തിരിച്ച് ലൗകിക ജീവിതത്തിലേക്ക് വരാൻ പാടില്ലെന്നൊന്നുമില്ല ഇല്ലെന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഇന്നത്തെ ധാരണ മുഴുവൻ തിരുത്തുകയാണ്. നമ്മളൊക്കെ ധരിച്ചിരിക്കുന്ന പടിപടിയായിട്ട് സന്യാസം സ്വീകരിച്ചാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഋഷിമാരൊക്കെ എന്ത് ചെയ്ത് വിവാഹം കഴിച്ചത്. സപ്തർഷിമാർ എത്ര വിവാഹം കഴിച്ചു, എത്ര പുത്രന്മാരുണ്ടായി. അതിനവർ വിട്ടുപോരില്ല. ഇതൊക്കെ കുറെ കഴിയും. ഇപ്പൊ ഈ ആർഷ സംസ്കാരം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. വേണമെന്നുണ്ടെങ്കിൽ അല്ലേ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ബ്രഹ്മചര്യം സന്യാസത്തിൽ പോലും ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. ബ്രഹ്മചര്യം ഗൃഹസ്ഥന് വേണം, വാനപ്രസ്ഥന് വേണം, സന്യാസിക്കും വേണം. അതെ. അതുകൊണ്ട് എന്താണ്, സന്യാസി പഠിച്ചു പോയാൽ ഇയാൾ ബ്രഹ്മചര്യം തിരിച്ചുപോയി പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അത് തന്നെ, അതാണ് കാര്യം. സർ, ഭഗവാൻ വേദവ്യാസനപ്പോൾ ചെയ്തത് എന്റെ ന്യായീകരണം തന്നെയാ ഇവിടെ വന്നിരിക്കുന്നതില്ലേ? തീർച്ചയായിട്ടും അതിന്റെ ന്യായീകരണം.
അതിനാണ് ഈ ഇദ്ദേഹത്തിന്റെ കഥ പറയാൻ പുറപ്പെട്ടതാവൂല. എന്താ പ്രിയവ്രതന്റെ കഥ പറയാൻ പുറപ്പെട്ടത് ഇതിനു വേണ്ടിയില്ല. ഇവിടെ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്ന് ഏറ്റവും ഉദാഹരണം പറയുന്നത് ജനക മഹാരാജാവിനെ അല്ലേ പറയുന്നത്? അതെ അതെ രാമായണത്തില് പറയുന്നുണ്ടല്ലോ, മറ്റേ സുഖനോട് പറയുന്നുണ്ടല്ലോ, അവിടെ പോയി പഠിച്ചിട്ട് വരാൻ പറയുന്നുണ്ടല്ലോ. പ്രിയവ്രതൻ തിരിച്ചു വരാൻ കൂട്ടാക്കിയ ആളെ അല്ലല്ലോ, പക്ഷെ വന്നു. അതെ. 3 ഫേസിലായിട്ട് സാറിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോ ഇതൊരു അടുക്ക് വന്നു. തൃതീയ സ്കന്ധത്തിലെ മനു, സ്വയംഭുവ മനു, ശതരൂപാദേവി, പിന്നെ 5 മക്കള്. അതില് ദേവഹൂതിയുടെ ഉത്താനപാദന്റെയും കഥ ചതുർത്ഥ സ്കന്ധത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പഞ്ചമത്തിൽ പ്രിയവ്രതന്റെ അവരടുക്കിലേക്ക് വന്നു. ഉത്താനപാദന്റെയും പറഞ്ഞു. ചതുർത്ഥ സ്കന്ധത്തില് ആകൂതിയുടെയും ദക്ഷപ്രജാപതിയുടെയും കഥയും പറഞ്ഞു. ദക്ഷയാകും ആ ഭാഗവും ടച്ച് ചെയ്തു പോയി. ഇപ്പൊ ഇനി പിന്നെ പറഞ്ഞു വരുമ്പോ രുചിപ്രജാപതിയുടെയും ദേവഹൂതിയുടെയും കഥ പറഞ്ഞു വരും. ഈ 3 പേജിൽ ഈ കഥ കേട്ട് ഇത്രയും ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോ ആ ഒരു വംശവൃക്ഷത്തെ അത്ര ഒരു അടുക്കിന് നമ്മുടെ മനസ്സിലായി. ഇപ്പൊ കഥ കേൾക്കുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ പോകും. ഇല്ലെങ്കിൽ കഥകൾ പറയുമ്പോ നമ്മൾ ഈ കഥാപാത്രങ്ങളൊക്കെ നമുക്കൊന്നും മനസ്സിൽ നിൽക്കില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആദ്യം. അതെ, പിന്നെ നമ്മൾ എന്നും ഓരോ അധ്യായെങ്കിലും വായിക്കുകയെങ്കിലും ചെയ്താൽ അത് ശരിക്കും അതങ്ങനെ വരും. പ്രകൃതിയെന്നും പുരുഷനെന്നുള്ള സാഖ്യ സങ്കല്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ രീതിയിലല്ലേ നടക്കാൻ പറ്റത്തുള്ളൂ. ആ 24 തത്വവും പുരുഷനെന്ന ഒരു തത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലേ ഈ ലോകം മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പഞ്ചമത്തിൽ 2 വിഷയങ്ങളായിട്ട് വരാൻ കാരണം. ആദ്യത്തെ ഭാഗത്തിൽ രൂപസ്ഥിതി, ഇനി പിന്നെ വരുന്നത് 15 അധ്യായം കഴിഞ്ഞ ദേശസ്ഥിതിയാണ്. അവിടെയാണ് സൗരയൂഥങ്ങളെ കുറിച്ച് 14 ലോകങ്ങളെ കുറിച്ച് വിസ്തരിച്ച് അവയുടെ നിലനിൽപ്പ് എവിടെ, എങ്ങനെ, എത്ര ദൈർഘ്യം എന്നൊക്കെയാണ് അതിനകത്തുള്ളത്. ഇതെല്ലാം അവിടെ സ്ഥാനത്തിലാണ്. ദർശനത്തിന്റെ ഡെപ്ത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഈ അധ്യായത്തിൽ കൂടി വേണം ശരിക്കറിയാൻ. സ്ഥാനം എന്നുള്ള അധ്യായം ഉദ്ദേശിക്കുന്നത് സ്വരൂപസ്ഥിതി. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് ദശമം സംഹരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈ സ്ത്രീ പുരുഷ ബന്ധം എന്നൊക്കെ പറയുന്ന പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമുള്ളതാണ്, നമ്മൾ ഇന്ന് കാണുന്നത് അത് പറഞ്ഞാണ് അത് ഉപസംഹരിക്കുമ്പോൾ തന്നെ അങ്ങനെ ശ്ലോകവും വന്നിരുന്നു. അതെ അതെ അതെ. ഗദ്യം വിഷമമുണ്ടോ? ഇല്ലല്ലോ, ഇതിപ്പോ ചെറുതാ, കുഴപ്പമില്ല. ഇങ്ങനെ വായിച്ചു പോകുമ്പം അതുമായിട്ട് ശരിയാവും. കാരണം ശ്ലോകങ്ങൾ എങ്ങനെ ശരിയായോ അതേമാതിരി കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇതിനെ അന്വയിച്ച ക്രമത്തിലൊന്ന് ധാരണയിലെത്താൻ നീണ്ടു പോകുന്തോറും ആ ഒരു ചെറിയ വൈഷമ്യം. അതെ, ഇത്രയും ഒറ്റ സെന്റൻസ് ആവുകൊണ്ടാണ്. അല്ല സാറ് കഷ്ടമാക്കി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനത് പിന്നെ ലളിതമായിട്ടുള്ള ഒരു ഘടനയിൽ പദങ്ങളൊക്കെ മതി. കാരണം ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മാറ്റി വരുന്ന ഒരു പ്രശ്നമില്ല. അത് സുകുമാര പദങ്ങൾ അധികവും വിന്യസിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വ്യാസന്റെ അസാമാന്യമായ കാവ്യരചനയുടെ വൈഭവം അപ്പോഴും നമ്മൾ അറിയാം. അതാ പ്രത്യേക ടെക്നിക്ക് സാർ, ഈ പോയറ്റിക്സിലുള്ള ഒരു ടെക്നിക്ക് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നതാണ്. ആ ടെക്നിക്ക് ശരിക്കും യൂസ് ചെയ്തു. അത് മാറി മാറി ഉപയോഗിക്കുന്നുള്ളൂ, പല വൃത്തങ്ങളുള്ളതും വൃത്തം ഇല്ലാത്തതും. വ്യാസനിൽ ഇങ്ങനെ ഒരു മഹാകവിത്വം ഉണ്ട് നമുക്ക് പഠിക്കുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും. ഒരുപക്ഷെ വ്യാസൻ തന്നെ ഈ മാതൃക ഈ ഭാഗവത രചനയിലൂടെ കാണിച്ചതിന് ശേഷമായിരിക്കാം ഈ അതായത് ഗദ്യവും കൂടെ എഴുതിയെങ്കിൽ മാത്രമേ യഥാർത്ഥ കവികളാകൂ എന്നുള്ള ചിന്ത വന്നുകൊണ്ട് ഒരുപക്ഷെ വന്നത്. അതിനും മാതൃക വ്യാസൻ തന്നെ. ഗദ്യം കവീനാം നികഷം വദന്തി. കവികളുടെ മാറ്റി വിരച്ചു നോക്കുന്ന ഉരകല്ലാണ് ഗദ്യം. അതിനും മാതൃകയായിട്ട് വ്യാസൻ തന്നെയാണ്. ബാക്കി എല്ലാരും അപ്പൊ അതിനെ അഡോപ്റ്റ് ചെയ്തു. അതെ അതെ, എല്ലാത്തിനും ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്
ഉരകല്ലെന്നുള്ളതിനുള്ള വാക്ക് എന്താണ്? നികഷം. നികഷം അല്ലേ? നികഷം. ഗദ്യം കാവ്യാദർശം പഠിപ്പിച്ചപ്പോ അതുപോലെ അടുത്ത അത് കൃഷ്ണഗാഥ കുറച്ചിരുന്നു. കൃഷ്ണഗാഥ കംപ്ലീറ്റ് ഞാൻ വായിച്ചു. അപ്പോഴ ഈ വ്യാസ ഋഷിയുടെ ഒരു സ്വാധീനം അവർക്കെല്ലാം ഇന്ന് കാണുന്ന നമ്മൾ ഈ മഹാകവികൾ ആ പദങ്ങൾ കൃഷ്ണഗാഥ വായിക്കുമ്പോഴാണ് നമുക്കത് സംസ്കൃത ഭാഷയുടെ, അതായത് മലയാള ഭാഷയുടെ കൂടുതൽ പദങ്ങൾ സംസ്കൃതത്തിലാണെന്ന് കൃഷ്ണഗാഥ വായിക്കുമ്പോൾ നമുക്ക് സാറ് പണ്ട് ആദ്യം സംസ്കൃതം തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇന്ന് പറയുന്ന ഭാഷകളെല്ലാം തന്നെ സംസ്കൃത വാക്കുകളാണ്, സംസ്കൃതമാണെന്ന് അറിയാനാ ഇനി പഠിക്കുന്നതെന്ന്. കൃഷ്ണഗാഥ വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. അത് വായിക്കാനൊരു കാരണം ഉണ്ടായി സാറേ. ഞാൻ കടലായി കൃഷ്ണന്റെ അമ്പലത്തിൽ ചെന്നപ്പോ നമ്മുടെ ഇവിടെയൊക്കെ ഭാഗവതം വായിക്കുന്ന പോലെ അവിടെ വെച്ചാണല്ലോ കൃഷ്ണഗാഥ രചിച്ചത്. അപ്പൊ അവിടെ കൃഷ്ണഗാഥ രാവിലെ സ്ത്രീകൾ ഒന്നിച്ചിരുന്ന് എന്നും വായിക്കുന്നുണ്ട്. അത് കേട്ടപ്പോ കൃഷ്ണഗാഥ വായിക്കണമെന്ന് തോന്നി. അങ്ങനെ വായിച്ചപ്പോഴാണ് ചെറുശ്ശേരിയിലെ വ്യാസന്റെ സ്വാധീനം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതൊക്കെ വായിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമാണ്. വായിക്കാൻ പറ്റണമെങ്കിൽ സംസ്കൃത ഭാഷയായിട്ട് എന്തെങ്കിലും ബന്ധമില്ലേ കൃഷ്ണഗാഥ നമുക്ക് വായിക്കാൻ പറ്റില്ല. സംസാരിക്കാം. നമുക്ക് അടുത്ത ആഴ്ച മുതൽ അതിന്റെ ബാക്കി വിഷയങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ല. 2 അധ്യായം കഴിയുമ്പോഴാണ് കുറച്ച് കൂടുതലായിട്ട് ഗദ്യം വരും. ഒരു പേജൊക്കെ ചിലപ്പോൾ ഒരു ഇത് നിൽക്കേണ്ടി വരും. ഇങ്ങനെ വരുമെന്ന് മാത്രമല്ല, പറയല്ല, നമുക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കി അത് തിരിച്ചു കഴിയുമ്പോൾ ആയാസമില്ലാതെ നമുക്ക് കിട്ടാം. ഇപ്പൊ സംസാരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം.